ഈ മഴ പെയ്തതിന് പിന്നാലെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത 66-ൽ പലയിടങ്ങളിൽ വിള്ളൽ രൂപപ്പെടുകയും റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തിരുന്നു. എവിടെയൊക്കെ എന്തൊക്കെ തകരാറുകൾ ഉണ്ടായി എന്നൊന്ന് പരിശോധിക്കാം. ഓരോ ജില്ലകൾ തിരിച്ചാണ് വേഗത്തിൽ നമ്മൾ നോക്കുന്നത്. ആദ്യം കണ്ണൂരാണ്. കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ ഒരിടമാണ് തളിപ്പറമ്പ് മേഖലയിൽ വലിയ തോതിൽ റോഡിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആളുകൾ ആ ചുറ്റും താമസിക്കുന്നവർ പോലും വലിയ ആശങ്കയോടെ കാണുന്ന സ്ഥിതി ഉണ്ടാകുന്നു. കണ്ണൂരിൽ പലയിടത്തും ഉണ്ടായത് ഈ വെള്ളം ഇറങ്ങി സമീപത്തെ വീടുകളിലേക്കൊക്കെ ചെളിയും ഒക്കെ കുത്തൊഴുക്കായി ചെന്ന് നാട്ടുകാർക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. താൽക്കാലിക റോഡ് കൂടി തകർന്നുപോയി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കണ്ണൂരിലെ പ്രധാന ഇടങ്ങൾ. ഇനി കാസർഗോഡ്, അവിടെ ചെമ്മട്ടംവയൽ, പിലിക്കോട്, പുല്ലൂർ, പെരിയാട്ടടുക്കം, ചട്ടഞ്ചാൽ, ഇത്രയും ഇടങ്ങളാണ്. ഏകദേശം 5 ഇടങ്ങളിലാണ് കാസർഗോഡ് പോലെ താരതമ്യേന ഒരു ചെറിയ ജില്ലയിൽ ദേശീയപാതയിൽ 5 ഇടങ്ങളിലാണ് അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായത്. ഇനി അടുത്തത് എവിടെയാണ് ഈ തകരാറുണ്ടായതെന്ന് പരിശോധിക്കാം. ഇത് കോഴിക്കോടാണ്. തിരുവങ്ങൂരിലും മൂരാടുമാണ് കോഴിക്കോട് ഈ വിള്ളലുകൾ പുതുതായി രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ അഖില നമ്മളോട് പങ്കുവെച്ച വിവരമാണ്. അവിടെ ഉണ്ടായ വിള്ളലുകൾ കോൺക്രീറ്റ് ഒക്കെ വെച്ചും ടാർ വെച്ചും അടച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം ബലമുള്ളതാണ് എന്ന് ഇനി അടുത്തൊരു മഴ പെയ്യുമ്പോഴോ വലിയ ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും. മലപ്പുറം ജില്ല പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ മമ്മാലിപ്പടി നേരത്തെയും വിള്ളലുണ്ടായ മേഖലയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മളന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു. മലപ്പുറം ജില്ലയിലും മമ്മാലിപ്പടിയിലും തലപ്പാറയിലും അടക്കം വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കക്കാഞ്ചേരി, കുരിയാട് മേഖലയിലും, കുരിയാടാണ് ആദ്യത്തെ പ്രശ്നമുണ്ടായത്, അവിടെ എല്ലാം വീണ്ടും വിള്ളലുകൾ രൂപപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കുരിയാടാണ് ഇപ്പോൾ നിലവിൽ ഇനി പാലം നിർമ്മാണത്തിലേക്ക് കടക്കാൻ പോകുന്നത്. പക്ഷെ നമുക്കറിയാം അവിടെ പാലം പണിയുക എന്നത് എത്ര സമയം, 6 മാസത്തെ സമയം എന്ന് പറഞ്ഞാൽ അതിനുള്ളിലൊക്കെ ഇത് സാധ്യമാണോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. നാട്ടുകാർ കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നു എന്നതാണ് പ്രശ്നം.